ഇന്ന് നമ്മൾക്ക് വളരെ രുചികരമായ ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? നമ്മൾക്ക് പരിചിതമായ ഒരു സാധനം വെച്ചിട്ടാണ് ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. എന്നാൽ വീട്ടിലുണ്ടാവുന്നതല്ല, അത് പുറമേ നിന്ന് നമുക്ക് കടകളിലൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അത് വലിയ ബോളായിട്ടും കിട്ടും, വളരെ ചെറിയ കടലയുടെ വലിപ്പത്തിൽ ഉള്ളതും കിട്ടും. ഞാനിവിടെ എടുത്തത് വലിയ ബോളായിട്ട് ഉള്ളതാണേ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ ഉപ്പേരി വെക്കാൻ എടുത്ത സാധനം നമ്മുടെ സോയാബീൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഉപ്പേരിയാണ്. അപ്പോൾ വലിയ സോയാബീനാണ് ഞാൻ എടുത്തത്. നമ്മൾക്ക് ചെറിയ സോയാബീൻ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് വലിയ സോയാബീൻ വെച്ചിട്ട് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രണ്ടും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ചൊവ എല്ലാവർക്കും പിടിക്കില്ല. പക്ഷേ സോയാബീൻ കഴിക്കാത്തവർ പോലും ഈ ഒരു രീതിക്ക് ഉപ്പേരി ഉണ്ടാക്കിയ പിന്നെ ഒരുപാട് കഴിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് ഒരു അരപ്പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്നറിയോ? സോയാബീന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 200 ഗ്രാം സോയാബീനാണ് എടുത്തത്. 200 ഗ്രാം സോയാബീൻ ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ സോയാബീൻ പിന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപ്പൊക്കെ അതിന് പിടിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ഒരു 10-20 മിനിറ്റ് അതിലേക്ക് വെച്ചിട്ടുണ്ട്, തീയൊക്കെ ഓഫാക്കിയിട്ട്. അങ്ങനെ നമ്മുടെ സോയാബീനൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം, വെള്ളമെല്ലാം കളഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കൈ കൊണ്ട് തൊടാനൊന്നും പറ്റില്ല, നല്ല ചൂടല്ലേ. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് ചൂടാറാൻ വെക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെള്ളം പിന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം, അതിനോടെ വെക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇത് പിഴിയുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇങ്ങനെ പോകാനുണ്ടാവും. ആ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ ചില സമയം പിന്നെ അതൊരു നമുക്ക് വയറ്റിന് പിടിക്കില്ല, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ സോയാബീനെല്ലാം എടുക്കാൻ. അങ്ങനെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ മീഡിയം സൈസ് ജാർ എടുക്കാം. ആ ജാറിലേക്ക് നമ്മൾക്ക് ഈ സോഫ്റ്റായി എടുത്ത പിന്നെ നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ, അത് നമ്മൾക്ക് കുറേശ്ശെ ഇട്ടിട്ട് പൾസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് പിന്നെ എല്ലാം ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കരുത്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾക്ക് ഇത് പിന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് തോരൻ വെച്ചാൽ ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് തോരൻ വെക്കാനായിട്ട് ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതധികം ആവില്ല, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10-25 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾക്ക് സവാളയും വളരെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾക്ക് 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലി നെടുകെ പൊളർന്നത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടും ഈ വക സാധനങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കരിയാതെ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാകാൻ നിൽക്കേണ്ട, നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു അരമുറി ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പേരിക്ക് തേങ്ങയുടെ അളവ് കൂടുതൽ വേണം. അതിലേക്ക് ഇനി നമ്മൾക്ക് ഒരു നുള്ള് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയും
പിന്നെ സാധനങ്ങളൊക്കെ നന്നായി വഴറ്റി ആ തേങ്ങയിലെ ജലാംശങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ തേങ്ങയിലെ ജലാംശങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച സോയാബീനില്ലേ, അത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പിന്നെ സോയാബീൻ ക്രഷ് ചെയ്തതെല്ലാം ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ സോയാബീൻ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ സോയാബീൻ ഇഷ്ടം പോലെ കടയിൽ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.